ഹായ് ഇസ്മി ഫ്രണ്ട്സ്, എല്ലാവർക്കും ബ്ലാക്ക് ടോളിവുഡ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്തുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും ഹാപ്പിയല്ലേ? ഹാപ്പി ആയിട്ടിരിക്കുക. എനിത്തിങ് ഹാപ്പ ലൈവ് ആസ്റ്റ് ഗോ ഓൺ ഓൾവേസ് പോസിറ്റീവായി. അപ്പം നമ്മളിന്ന് നോക്കുന്നത് വർഷങ്ങൾക്ക് ശേഷം മൈ തോട്ട്സ്, വർഷങ്ങൾക്ക് ശേഷം എൻ്റെ ചിന്തകൾ. അതാണ് നിങ്ങളുടെ മുന്നിൽ പങ്കുവയ്ക്കുന്നത്. അതായത് വർഷങ്ങൾക്ക് ശേഷം വന്ന സിനിമയുടെ റിവ്യൂ അതാണ് നിങ്ങളുടെ മുന്നിൽ പങ്കുവയ്ക്കുന്നത്. അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം വന്ന സിനിമ കാണുവാനായിട്ടുള്ള അവസരം ലഭിച്ചു. അപ്പോൾ അതിൻ്റെ റിവ്യൂ ആണ് നമ്മളിന്ന് നോക്കുന്നത്. വർഷങ്ങൾക്ക് ശേഷം വമ്പൻ താരനിരയുമായി എത്തിയ ചിത്രം. പ്രണവ് മോഹൻലാൽ, ധ്യാൻ ശ്രീനിവാസൻ, വിനീത് ശ്രീനിവാസൻ, അജു വർഗീസ്, ധീരജ് മാധവ്, വേസിൽ ജോസഫ്, ആസിഫ് അലി, നിവിൻ പോളി എന്നിങ്ങനെ വമ്പൻ താരനിരയുമായി, കല്യാണി പ്രിയദർശൻ, അങ്ങനെ വമ്പൻ താരനിരയുമായി, നീതാ പിള്ള, അങ്ങനെ നീണ്ടുപോകുന്നു കാസ്റ്റിങ്. അങ്ങനെ വമ്പൻ താരനിരയുമായി എത്തിയ സിനിമയായിരുന്നല്ലോ വർഷങ്ങൾക്ക് ശേഷം വന്നത്. വമ്പൻ താരനിരത കൊണ്ട് തന്നെ വളരെയധികം റിലീസിന് മുമ്പ് തന്നെ വളരെയധികം ചർച്ച ചെയ്യപ്പെട്ട ചിത്രമായിരുന്നു വർഷങ്ങൾക്ക് ശേഷം വന്നത്. പ്രത്യേകിച്ച് വിനീത് ശ്രീനിവാസൻ്റെ ഡയറക്ഷനും പ്രണവും ധ്യാനും പിന്നെ നിവിൻ പോളിയുടെ ആ ഒരു ക്യാരക്ടറും എല്ലാം കൊണ്ടും റിലീസിന് മുമ്പ് തന്നെ ചിത്രം വൻ ഹൈപ്പിലായിരുന്നു. അപ്പോൾ ആ ഹൈപ്പിനൊത്ത പ്രകടനം കാഴ്ചവെച്ചോ ഇല്ലയോ എന്നാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. പക്ഷേ അപ്പോൾ ഡയറക്ടർ വിനീത് ശ്രീനിവാസനെ കുറിച്ച് പറയുമ്പോൾ മടർവാടി ആസ് ക്ലബ്ബ് തൊട്ട് ഇങ്ങോട്ട് ഇപ്പോഴിതാ വർഷങ്ങൾക്ക് ശേഷം വരെ എത്തി നിൽക്കുന്ന അദ്ദേഹത്തിൻ്റെ സംവിധായകൻ എന്നുള്ള ആ രീതിയിലുള്ളൊരു കരിയർ. അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് പറയുമ്പോൾ ഫീൽ ഗുഡ് മൂവികളുടെ കിങ്ങാണ് അദ്ദേഹം എന്ന് പറയാം. കാരണം മലയാളത്തിൽ ഇന്ന് ഫീൽ ഗുഡ് മൂവികൾ ചെയ്യുവാനായിട്ട് അദ്ദേഹം കഴിഞ്ഞ ആളുള്ളൂ. കാരണം അങ്ങനെ മനോഹരമായ രീതിയിൽ ഫീൽ ഗുഡ് മൂവികൾ ചെയ്യുവാനായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ കഴിവ് വളരെ വലുതാണ്. ഇതിനു മുമ്പ് നമ്മൾ കണ്ടതാണ് തട്ടത്തിൻ മറയത്തിലും. അങ്ങനെ നിരവധി എക്സാമ്പിൾസ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ആ രീതിയിലുള്ള വിനീത് ശ്രീനിവാസൻ എന്ന ബ്രാൻഡ് അത് തന്നെയാണ് ആളുകളെ കൂടുതലും ഇതിലേക്ക് അടുപ്പിച്ചത്. ഒരുപക്ഷെ ആ താരനിര തന്നെ പോലും ഇതിലേക്ക് അഭിനയിക്കാൻ വന്നതിന് കാരണവും ഈ ഒരു വ്യക്തി ഉള്ളത് കൊണ്ടാണ്. വിനീത് ശ്രീനിവാസൻ അദ്ദേഹത്തിന് വേണ്ടിയാണ് വന്നത്. അദ്ദേഹം പതിവ് പോലെ തന്നെ തൻ്റെ സംവിധാന മികവ് ഒന്നുകൂടി നമ്മളെ സംവിധാന മികവ് കാട്ടി ഒന്നുകൂടി നമ്മളെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ആ ഒരു സംവിധാന മികവ് വളരെ നല്ലൊരു മേക്കിംഗ് ആയിരുന്നു വിനീത് ശ്രീനിവാസന്. പിന്നെ മ്യൂസിക് ഡയറക്ടർ അമൃത് രാംനാഥിനെ കുറിച്ച് പറയുമ്പോൾ സാധാരണ വിനീത് ശ്രീനിവാസൻ ചിത്രങ്ങളുടെ ഒരു പ്രത്യേകതയാണ് വളരെ മനോഹരമായ ഗാനങ്ങളുണ്ടാവും. പക്ഷേ ഈ ഒരു ചിത്രത്തിൽ എനിക്കെന്തോ ഗാനങ്ങളൊന്നും അങ്ങനെ അങ്ങോട്ട് ദഹിച്ചില്ല, ഇഷ്ടപ്പെട്ടില്ല എന്ന് തന്നെ പറയാം. കാരണം മറ്റ് വിനീത് ശ്രീനിവാസൻ ചിത്രങ്ങളിൽ ഗാനങ്ങൾ വളരെയധികം മികച്ചതായിരിക്കും. ഉദാഹരണത്തിന് ഹൃദയമായിക്കോട്ടെ, തട്ടത്തിമറയത്തായിക്കോട്ടെയൊക്കെ. പക്ഷേ ഇതിൽ എന്തോ ഗാനങ്ങൾ നമ്മളെ വളരെയധികം നിരാശപ്പെടുത്തി എന്ന് പറയാം. സിനിമാട്ടോഗ്രാഫർ വിശ്വജിത്ത്. സിനിമാട്ടോഗ്രാഫിയെക്കുറിച്ച് പറയുമ്പോൾ വളരെ മനോഹരമായ വിഷ്വൽസാണ്. സിനിമാട്ടോഗ്രാഫിയൊക്കെ അടിപൊളിയായിരുന്നു. പ്രത്യേകിച്ച് തേയിലത്തോട്ടത്തിൻ്റെയൊക്കെ ഒരു വിഷ്വൽസ് ഉണ്ട്, മൂന്നാറാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതൊക്കെ വളരെ മനോഹരമായിട്ട് അദ്ദേഹം എടുത്തിട്ടുണ്ട്. പിന്നെ മദ്രാസ്, പഴയ മദ്രാസിനെ കാണിക്കുന്നതും അതൊക്കെ ആ ഒരു സെറ്റിട്ടതാണെന്ന് പോലും തോന്നാത്ത രീതിയിലുള്ളൊരു മേക്കിങ്, ഒരു സിനിമാട്ടോഗ്രാഫി അതൊക്കെ വളരെയധികം മനോഹരമായിട്ടുണ്ട്. പ്രത്യേകിച്ച് ആ കോടാമ്പക്കത്തിൻ്റെ വിഷ്വൽസൊക്കെ ഒറിജിനലിനെ വെല്ലുന്ന രീതിയിലായിരുന്നു അത് ക്യാമറയിൽ പകർത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതും വളരെ മനോഹരമായിട്ട് തോന്നി സിനിമാട്ടോഗ്രാഫി. പിന്നെ ഇതിലെ താരങ്ങൾ പ്രണവ് മോഹൻലാലിനെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം ഹൃദയത്തിലെ പോലെ തന്നെ ഇതിലും മനോഹരമായിട്ട് അഭിനയിച്ചു. അദ്ദേഹത്തിന് കിട്ടിയ റോൾ അദ്ദേഹം വളരെ ഭംഗിയായിട്ട് ചെയ്തു എന്ന് പറയാം. പല സ്ഥലങ്ങളിലും ലാലേട്ടൻ്റെ ആ മാനരിസം നമുക്ക് തോന്നുന്നുണ്ട്. പല സ്ഥലങ്ങളിലും ലാലേട്ടൻ്റെ ആ ഒരു ചെറിയൊരു മാനരിസം അപ്പോൾ അവിടെ ഇവിടെയൊക്കെ വന്നു പോകുന്നുണ്ട്. അത് നമുക്ക് നോട്ട് ചെയ്യാൻ സാധിക്കും ഈ സിനിമ കാണുമ്പോൾ. പിന്നെ ധ്യാൻ ശ്രീനിവാസനെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം വന്നപ്പോൾ തന്നെ തിയേറ്ററിൽ കയ്യടിയായിരുന്നു. കാരണം ഇൻ്റർവ്യൂകളിലൊക്കെ അദ്ദേഹം വളരെ കേരളത്തിൻ്റെ ഒരു എൻ്റർടൈനറാണ്. ഇൻ്റർവ്യൂകളിലൊക്കെ അദ്ദേഹം നമ്മളെ വാരിക്കൊരു ചിരിപ്പിക്കുന്ന ഒരാളാണ് ധ്യാൻ ശ്രീനിവാസൻ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഇൻട്രോയ്ക്ക് വളരെ റെസ്പോൺസാണ് തിയേറ്ററിൽ കിട്ടിയത്. പക്ഷേ ധ്യാൻ ശ്രീനിവാസൻ്റെ കരിയറിലെ ഏറ്റവും മികച്ചൊരു പെർഫോമൻസാണ് ഈ സിനിമയിലുള്ളത്. പ്രത്യേകിച്ച് ആ പ്രായമായ 60 വയസ്സിന് മേളിലുള്ള ആ ക്യാരക്ടറൊക്കെ അദ്ദേഹം വളരെ മനോഹരമായിട്ട് ചെയ്തു. ധ്യാൻ ശ്രീനിവാസന് ധ്യാനും പ്രണവും കൂടി മത്സരിച്ച് അഭിനയിക്കുകയായിരുന്നു പറയാം. പക്ഷേ അതിൽ ഒന്നുകൂടി മികച്ചതായിട്ട് നിന്നത് ധ്യാൻ ശ്രീനിവാസൻ്റെ ഒരു ആക്ടിംഗ് ആയിരുന്നു. പ്രത്യേകിച്ച് ആ ഏജ്ഡ് ആയിട്ടുള്ള ക്യാരക്ടർ വളരെ മനോഹരമായിട്ട് ചെയ്തു. 2 കാലഘട്ടത്തിലെ കഥയാണ്, 70s ഇപ്പോഴത്തേതും. അതിൽ 2 കാലഘട്ടത്തിലെയും ക്യാരക്ടറുകൾ അദ്ദേഹം വളരെ മനോഹരമായിട്ട്, ചെറുപ്പവും 60 ശേഷമുള്ളതും ധ്യാൻ ശ്രീനിവാസൻ വളരെ മനോഹരമായിട്ട് ചെയ്തു. ധ്യാൻ്റെ ജീവിതത്തിലെ ഒരു കരിയർ ടേണിംഗ് പോയിൻ്റാണ് ഈ സിനിമയെന്ന് പറയാം വർഷങ്ങൾക്ക് ശേഷം. പിന്നീടുള്ള മറ്റ് താരങ്ങൾ കല്യാണി പ്രിയദർശനായിട്ടെ, നീതാ പിള്ളയായിക്കോട്ടെ, അവരവരുടെ റോളുകൾ ഭംഗിയായിട്ട് നിർവഹിച്ചു. അതോടൊപ്പം അജു വർഗീസ്, ധീരജ് മാധവ്, ആസിഫ് അലി,
അങ്ങനെ എല്ലാവരും അവരവരുടെ റോളുകൾ വളരെ ഭംഗിയായിട്ട് നിർവഹിച്ചിട്ടുണ്ട്. പിന്നെ എടുത്തു പറയേണ്ടത് നിവിൻ പോളിയുടെ ആ ഒരു ക്യാരക്ടർ, അദ്ദേഹമാണ് ഈ ചിത്രത്തെ അങ്ങ് തൂക്കി നിർത്തിയെന്ന് പറയാം. കാരണം ഫസ്റ്റ് ഹാഫ് വളരെ സ്ലോ ആയിട്ടാണ് പോകുന്നത്. കാരണം ആ കഥയുടെ ഒരു ബിൽഡപ്പ്, കഥ പറയുന്ന ആ ഒരു രീതി, അല്ലെങ്കിൽ കഥയുടെ ആ ഒരു ബേസിക്ക്, അത് ഫസ്റ്റ് ഹാഫിൽ ഇങ്ങനെ വളരെ സ്ലോ ആയിട്ട് ഫസ്റ്റ് ഹാഫ് ഇങ്ങനെ പോകുന്നു. സെക്കൻഡ് ഹാഫ് പിന്നെ ബേസിൽ ജോസഫിൻ്റെ കാര്യവും എടുത്ത് പറയേണ്ടതാണ്. അദ്ദേഹത്തിന് കിട്ടിയ റോള് വളരെ ഭംഗിയായിട്ട് നിർവഹിച്ചു. അങ്ങനെ ഇൻ്റർവെൽ വരെ ഇങ്ങനെ പോകുന്നു. ഇൻ്റർവെൽ കഴിഞ്ഞ് ബേസിൽ ജോസഫ് വരുമ്പോൾ ഇങ്ങനൊന്ന് ചിത്രം കയറുകയാണ്. അതിനുശേഷം നിവിൻ പോളി വന്നു കഴിഞ്ഞ് ചിത്രം ഒറ്റ പോക്കാണ്. ആ ഒരു രീതിയിലായിരുന്നു. നിവിൻ പോളി വന്നതിന് ശേഷം പിന്നെ തിയേറ്റർ ആകെ ഇളകി മറിഞ്ഞുകൊണ്ട് തിരിച്ചു മറിയുകയായിരുന്നു എന്ന് പറയാം. ഓരോ ഡയലോഗുകൾക്കും കയ്യടിയായിരുന്നു. പ്രത്യേകിച്ച് ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നവനാടാ എന്ന് പറയുന്ന ആ ഡയലോഗ്സിനൊക്കെ തിയേറ്ററിൽ വളരെ വലിയ റെസ്പോൺസായിരുന്നു തിയേറ്ററിൽ കിട്ടിയത്. ആകെ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഈ ഒരു ചിത്രം ഇത്രയേറെ താരനിര ഉണ്ടായിട്ടും ഈ ഒരു ചിത്രത്തെ രക്ഷപ്പെടുത്തിയത് നിവിൻ പോളിയുടെ ആ ഒരു വൺ മാൻ ഷോയാണ്. നിവിൻ്റെ അഴിഞ്ഞാട്ടമായിരുന്നു സെക്കൻഡ് ഹാഫിൽ കണ്ടത്. ധ്യാൻ്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ ചിത്രത്തെ നിവിനങ്ങ് തൂക്കിയെന്ന് പറയാം. കാരണം സെക്കൻഡ് ഹാഫിൽ നിവിൻ്റെ ഒരു അഴിഞ്ഞാട്ടവും ആയിരുന്നു. കാരണം ഫസ്റ്റ് ഹാഫ് വളരെ സ്ലോ ആയിട്ട് പോകുന്നു. സെക്കൻഡ് ഹാഫ് ഫുള്ള് വേറൊരു ലെവലിലേക്ക് പോവുകയാണ്. അതിൽ നിവിൻ പോളിയുടെ ആ ഒരു വരവോട് കൂടിയാണ് ചിത്രം അങ്ങ് ചൂട് പിടിച്ചതും വേറൊരു ലെവലിലേക്ക് പോയതും. സിനിമയ്ക്കുള്ളിലെ സിനിമയാണ് കഥ പറയുന്നത്. അതിൽ സിനിമയ്ക്കുള്ളിലെ ഒരു ഹീറോ ആയിട്ടാണ് നിവിൻ പോളി അഭിനയിക്കുന്നത് തന്നെ. അദ്ദേഹം നെപ്പോട്ടിസത്തെക്കുറിച്ചും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ തിയേറ്ററിൽ വളരെ വലിയ കയ്യടിയായിരുന്നു കിട്ടിയത്. പ്രത്യേകിച്ച് ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നവനാടാന്ന് പറയുന്ന ഡയലോഗ്സിനൊക്കെ വളരെയധികം കയ്യടി ലഭിച്ചു. അങ്ങനെ നിവിൻ പോളിയാണ് ഈ ചിത്രത്തെ ഇങ്ങനെ തൂക്കി നിർത്തിയെന്ന് പറയാം. അദ്ദേഹം വളരെ നാളുകൾക്ക് ശേഷം അദ്ദേഹത്തിൻ്റെ ഒരു എൻ്റർടൈനിങ് കഥാപാത്രം കാണുവാൻ സാധിച്ചു. അങ്ങനെ വിനീത് ശ്രീനിവാസൻ നിവിൻ പോളിയെ തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. എൻ്റർടൈനർ നിവിൻ ഈസ് ബാക്ക്. അപ്പോൾ നിവിൻ പോളിയുടെ അടുത്ത പടത്തിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. അടുത്ത മാസം പുറത്തിറങ്ങാനിരിക്കുന്ന മലയാളി ഫ്രം ഇന്ത്യ, അതിനുവേണ്ടി കട്ട വെയിറ്റിങ്. കാരണം നമുക്ക് ആ പഴയ ഒരു നിവിനെ കാണുവാനായിട്ട് സാധിച്ചു. അങ്ങനെ ഇതിൻ്റെ ഈ ഒരു കഥയുടെ ബേസിക് എന്താണെന്ന് വെച്ചാൽ, രണ്ട് ചെറുപ്പക്കാർ, അതായത് ധ്യാനും പ്രണവും, അവരുടെ ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ച് പറയുന്നു. അതോടൊപ്പം അവർ മദ്രാസിലേക്ക് വണ്ടി കയറുകയാണ് സിനിമാമോഹവുമായിട്ട്. അതിൽ അവർ വിജയിച്ചോ ഇല്ലയോ എന്നതാണ് ഈ സിനിമയുടെ മൊത്തം കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഇതിൽ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ സെൽഫ് ട്രോളുകളുടെ ആറാട്ടാണ്. എല്ലാവരും അവരവരെ തന്നെ ട്രോളുന്നു. പ്രണവിനെ ട്രോളുന്നു, നിവിനെ ട്രോളുന്നു. അങ്ങനെ എല്ലാവരും അവരവരെ ട്രോളിക്കൊണ്ടുള്ള കഥാപാത്രങ്ങൾ, അത് വളരെയധികം എൻ്റർടൈനിങ് ആയിട്ട് തോന്നി. പ്രത്യേകിച്ച് പലരുടെ റെഫറൻസ് നമുക്ക് കാണുവാൻ സാധിച്ചു. രജനീകാന്തിൻ്റെ റെഫറൻസ് കാണുവാൻ സാധിച്ചു, MGRൻ്റെ, അങ്ങനെ നിരവധി പേരുടെ റെഫറൻസ്, ലാലേട്ടൻ്റെ റെഫറൻസ്, ശ്രീനിയേട്ടൻ്റെ റെഫറൻസ്, അങ്ങനെ നിരവധി റെഫറൻസ് കാണുവാൻ സാധിച്ചു. പ്രത്യേകിച്ച് ക്ലൈമാക്സിലെ ആ നാടോടിക്കാറ്റിലെ ആ ഒരു റെഫറൻസൊക്കെ തിയേറ്ററിൽ വളരെയധികം കയ്യടി നേടിയ റെഫറൻസാണ്. ഓരോന്നിനും ഓരോ സമയമുണ്ടെന്ന് പറയുന്ന ആ ഒരു ഡയലോഗ്, നമുക്ക് ഈ ബുദ്ധി എന്താണ് നേരത്തെ തോന്നാത്തതെന്ന് പറയുമ്പോൾ ഓരോന്നിനും ഓരോ സമയമുണ്ട് എന്ന് പറയുന്ന നാടോടിക്കാറ്റിലെ ആ ഒരു ഡയലോഗും, അങ്ങനെ പല പല റെഫറൻസ് നമുക്ക് കാണാൻ സാധിച്ചു. അതോടൊപ്പം പ്രണവ് ലാലേട്ടനെ അനുകരിച്ചുകൊണ്ടുള്ള ആ ഒരു സീൻസൊക്കെ വളരെയധികം കയ്യടിയാണ് തിയേറ്ററിൽ ലഭിച്ചത് ക്ലൈമാക്സ് സീനുകളോട് അടുക്കുമ്പോൾ. അങ്ങനെ രണ്ട് സുഹൃത്തുക്കൾ സിനിമയിൽ രക്ഷപ്പെട്ടോ ഇല്ലയോ എന്നുള്ളതാണ് ഈ കഥ പറയുന്നത് തന്നെ. അപ്പോൾ സിനിമയ്ക്കുള്ളിലെ സിനിമയ്ക്കുള്ളിൽ നടക്കുന്ന കാര്യങ്ങളുമൊക്കെ വളരെ ഹ്യൂമറസ് ആയിക്കൊണ്ട് വിനീത് ശ്രീനിവാസൻ ഈ ചിത്രത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. ഫീൽ ഗുഡ് മൂവി എന്ന് പറഞ്ഞാൽ അതിന് മലയാള സിനിമയിൽ ഇന്ന് വിനീത് ശ്രീനിവാസനേ ഉള്ളൂ എന്ന് പറയാം. ആ വിനീത് ശ്രീനിവാസൻ എന്ന ബ്രാൻഡ് അദ്ദേഹം അത് ഒരിക്കൽ കൂടി തെളിയിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ഹാഫിലെ ആ ഒരു ലാഗ് ഒഴിച്ചാൽ സെക്കൻഡ് ഹാഫ് തീയാണ്. ഫസ്റ്റ് ഹാഫ് കുറച്ച് ലാഗായിട്ട് തോന്നും. കാരണം ആ ഒരു കഥയുടെ ആ ഒരു ബേസിക്ക്, ആ കഥാപാത്രങ്ങളുടെ ആ ഇൻട്രൊഡക്ഷനൊക്കെ ആയതുകൊണ്ടാവാം ഫസ്റ്റ് ഹാഫ് അത്ര ലാഗായിട്ട് തോന്നിയത്. പക്ഷേ സെക്കൻഡ് ഹാഫ് ചിത്രം വേറെ ലെവലാണ്. പ്രത്യേകിച്ച് നിവിൻ പോളിയുടെയൊക്കെ അഴിഞ്ഞാട്ടമൊക്കെ ആയിട്ട് വർഷങ്ങൾക്ക് ശേഷം വളരെ നല്ലൊരു ഫീൽ ഗുഡ് മൂവിയായിട്ട് സിനിമയ്ക്കുള്ളിലെ സിനിമ പറഞ്ഞുകൊണ്ട് നമ്മളെ എൻ്റർടൈൻ ചെയ്യിക്കുന്നു. പ്രത്യേകിച്ച് നിതിൻ പോളി എന്ന ക്യാരക്ടർ നമ്മൾ ചിത്രം വിട്ടിറങ്ങുമ്പോഴും നമ്മുടെ മനസ്സിൽ നിൽക്കുന്നത് നിതിൻ പോളി എന്നൊരു ക്യാരക്ടറാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയ വീഡിയോയിൽ കാണാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ.